ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പോക്കോ X20 ഉള്ള ആക്സബിലിറ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു സെറ്റിംഗ്സിന്റെ ഉള്ള. ആ ആക്സബിലിറ്റി കൊണ്ടുള്ള 6 ഫീച്ചേഴ്സുകളാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആക്സബിലിറ്റി കൊണ്ട് ചെയ്യാം, ആ കാര്യമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ യൂട്യൂബ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു യൂട്യൂബ് വീഡിയോ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷെയർ ചെയ്യില്ലേ, അപ്പൊ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ടുള്ള ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളൊരു 500 ലൈക്സിന്റെ ടാർഗറ്റ് ആണ് ഈ വീഡിയോക്കും ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എന്തുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റത്തെ ഫീച്ചർ യൂട്യൂബിലെ ആ ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്. അപ്പൊ ഞാനിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ ലോഞ്ചർ തന്നെയാണ് കേട്ടോ. വളരെ സ്മൂത്ത് ആണ്. ഒരു 120 ഹെഡ്സിന്റെ കറക്റ്റ് ഫീല് കിട്ടുന്ന പറയില്ലേ, ആ ഫീലാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. പോക്കോ ലോഞ്ചറൊക്കെ മാറി നിൽക്കണം പറയില്ലേ, ആ ഇഫക്റ്റ് ആണ് കിട്ടുന്നത്. അല്ലെ ഞാനൊരു ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത ഒരു ആപ്പ് പോലും ഇത്ര നാൾ യൂസ് ചെയ്യാറില്ല. വളരെ ഇഫക്റ്റീവ് ആണ്. അപ്പൊ ഫസ്റ്റ് ടിപ്പ് എന്നിട്ട് നമ്മൾ യൂട്യൂബിന്റെ ഉള്ളിലേക്ക് പോവാ. ഫസ്റ്റ് യൂട്യൂബിൽ പോയതിനു ശേഷം നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോന്റെ ഈ 3 മിനിറ്റും 15 സെക്കൻഡ് ആയ സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഈ വീഡിയോ നിങ്ങൾക്ക് വേറെ ആൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ എങ്ങനെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയം വഴി സെൻഡ് ചെയ്യും. ആ സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ 3 മിനിറ്റ് 15 സെക്കൻഡിൽ തന്നെ അടുത്ത ആൾ ഓപ്പൺ ചെയ്യുന്ന ആൾക്കും അതേ സെക്കൻഡിൽ തന്നെ തുറക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ എങ്ങനെയാണെന്നാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ഷെയർ കൊടുക്കുക. ഷെയർ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഷെയർ കൊടുക്കാണ്. ഷെയർ കൊടുത്തതിന് ശേഷം നിങ്ങൾ അടുത്ത കാര്യം ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങൾ ഒരു ഇത് കണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഒരു ഈക്വൽ ടു സൈൻ ഉണ്ട്. ഈക്വൽ ടു സൈൻ ആഡ് ചെയ്യാം. ഈക്വൽ ടു സൈൻ ആഡ് ചെയ്തതിനു ശേഷം അടുത്ത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിറ്റ് ആഡ് ചെയ്യാണ് വേണ്ടത്. മിനിറ്റ് നിങ്ങൾക്ക് എത്ര മിനിറ്റിലാണ് കാണേണ്ടത്, ആ മിനിറ്റ് നിങ്ങൾ 0 ചേർത്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. 0 to മിനിറ്റ്സ്. പിന്നെ അത് കഴിഞ്ഞാൽ സെക്കൻഡ്സ് 43 സെക്കൻഡ്സ്. ഇതിന് ശേഷം എസ് അടിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 1 hour ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ സെൻഡ് ചെയ്യണം. 1 hourന്റെ അടുത്തുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ അതിന് ശേഷം ഇവിടെ സെൻഡ് കൊടുക്കാം. ഇനി നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ആൾക്ക്, എവിടെയാണോ ഈ ആർക്കാണ് സെൻഡ് ചെയ്യുന്നത് ആൾക്ക് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, ജസ്റ്റ് ആൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റും 43 സെക്കൻഡും കഴിഞ്ഞിട്ടുള്ള വീഡിയോ തൊട്ടിട്ടാണ് അവർക്ക് കാണാൻ സാധിക്കുക. ഇത് ഇപ്പൊ ഈ സെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ 1 hour വീഡിയോ എന്ന് വിചാരിക്കുക. 1 hourന്റെ മേലേക്കുള്ള വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 01H ഇടുക. അതിനുശേഷം 02M 43 S ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറും 2 മിനിറ്റും 43 സെക്കൻഡിലുള്ള പൊസിഷനിൽ വെച്ചിട്ട് ആ വീഡിയോ സ്റ്റാർട്ട് ആവും. അപ്പൊ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് ലൊക്കേഷനിൽ വെച്ചിട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് അറിയാത്തൊരു ഫീച്ചറാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ആക്സബിലിറ്റിയിലുള്ളതാണ് കാണാൻ സാധിക്കുക. അതിനായിട്ട് നമ്മൾ സെറ്റിംഗ്സിൽ പോവാം. സെറ്റിംഗ്സിൽ പോയതിനു ശേഷം നമുക്ക് ഇതിന്റെ ഉള്ള അഡീഷണൽ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ടടിയിലായിട്ട് നമുക്ക് ഇവിടെ ആക്സബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ പറഞ്ഞുതരാൻ പോകും. നമുക്ക് എന്തെങ്കിലും വായിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ മൊബൈൽ തന്നെ അതിനെ റീഡ് ഔട്ട് ചെയ്ത് കാണിച്ചു തരും. അതിനായിട്ട് നമുക്ക് ഇവിടെ ഓപ്ഷൻ കാണാൻ സാധിക്കും, ടെസ്റ്റ് ടു സ്പീക്ക് ഔട്ട്പുട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് അവർ പറയുന്ന സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും കുറച്ചിടുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യാം. നമ്മൾ മലയാളം സെലക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് ഓൾറെഡി അവർ റീഡ് ചെയ്യും. അല്ലാതെ മലയാളം വേർഡ്സ് ഒക്കെ റീഡ് ചെയ്യണമെങ്കിൽ അതിന് മലയാളം സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിന് തൊട്ട് മേലായിട്ട് സെലക്ട് ടു സ്പീക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ആക്സബിലിറ്റി ഓൺ ചെയ്ത് വയ്ക്കാം. അത് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആക്സബിലിറ്റി ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവർ പറയുന്നതായിരിക്കും. അതിന് ഇവിടെ പ്ലേ കൊടുക്കുക. When select to speak is on, you can tap specific items on your screen to hear them read aloud. Start select to speak. Then you can tap. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ സ്പീഡ് കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പോയതിനു ശേഷം നിങ്ങൾക്ക് സ്പീഡ് ഒന്ന് ജസ്റ്റ് കുറയ്ക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് മലയാളം വേർഡ്സ് ഞാൻ ജസ്റ്റ് പറയാൻ പോവാണ്. അപ്പൊ ഞാൻ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഇതിനുള്ളിൽ നമ്മൾ മലയാളം ലെറ്റേഴ്സ് കണ്ടുകഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുകയാണ്, സ്റ്റാർട്ട് കൊടുക്കുകയാണ്. എല്ലാ മതങ്ങളും തുടങ്ങിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തിലെ ഒരു ജനതയുടെ താൽക്കാലികമായ ജീവിത പ്രശ്നങ്ങളോടുള്ള ആത്മീയ പ്രതികരണമായിട്ടാണ്. അതുകൊണ്ട് എല്ലാ മതങ്ങൾക്കും ജന്മനാ ഒരു എത്തനിക സ്വഭാവമുണ്ട്. ആനന്ദ്. അപ്പോൾ നമുക്ക് മലയാളം ഇത് നമുക്ക് വല്ല സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വല്ല PDF ഫയൽസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിലായിട്ട് അത് റീഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആണ്. കുറെ പേർക്ക് ഇത് ഭയങ്കര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യും. ഇംഗ്ലീഷ് ആയാലും മലയാളം ആയിരിക്കും, ഏത് ലാംഗ്വേജ് വേണമെങ്കിൽ നമുക്ക് റീഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും.
അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. അതുകൊണ്ടുള്ള യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സാമ്പിളായി കാണിച്ചു തരാം. ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മാഗ്നിഫൈ വിത്ത് 3 ടാബ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഓൺ കൊടുക്കാം. ഈ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് നോക്കി ഈ ഫോട്ടോ നമുക്ക് സൂം ഇൻ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ 3 വട്ടം ടാപ്പ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സൂം ഇൻ ആവുമെന്ന് കാണാം. സൂം ഔട്ട് ചെയ്യണമെങ്കിൽ 3 ടൈംസ് ടാപ്പ് ചെയ്യുക. അപ്പോൾ സൂം ഔട്ട് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഗെയിം കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണുന്ന സമയത്ത് ആ സ്ഥലത്തേക്ക് സൂം ചെയ്യണമെങ്കിൽ എളുപ്പത്തിലാണ് വെറുതെ 3 വട്ടം ടാപ്പ് ചെയ്യുക. 3 വട്ടം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലേക്കും പോകും. എവിടെയാണ് സൂം ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചറാണ്. ഞാൻ ഓൾറെഡി ഇതിനെ ബേസ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ എവിടെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫോൺ എളുപ്പത്തിലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമുക്ക് വേണമെങ്കിൽ ടോക്ക് ബാക്കിലേക്ക് പോകാനായിട്ട് ഈ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടോക്ക് ബാക്ക് ഓൺ ആവും. ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് രണ്ടും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 സെക്കൻഡിനകത്തേക്ക് ഓൺ ആവും. അത് റിമൂവ് ആവും. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ വല്ല കോൾ വരുന്ന സമയത്ത് നമുക്ക് ആ കോള് എളുപ്പത്തിൽ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് കയ്യിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പവർ ബട്ടൺ മാത്രമാണ് ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് 1 ടച്ചിൽ കോള് എൻഡ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് പവർ ബട്ടണിൽ ഇവിടെ കാണാൻ സാധിക്കും പവർ ബട്ടൺ എൻഡ് കോൾ എന്നുള്ളത്. ജസ്റ്റ് ഇനേബിൾ ചെയ്യുക. ഇനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൾ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള പൊസിഷനിൽ നമുക്ക് പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കോൾ കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ള ആക്സബിലിറ്റി മെനു എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആക്സബിലിറ്റി മെനു ഇനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലോ കൊടുക്കാം. അലോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആക്സബിലിറ്റി മെനു കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അപ്ലിക്കേഷൻസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും അർജന്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസിലേക്ക് നമുക്ക് ഡയറക്റ്റ് 1 ടച്ചിൽ ഹാൻഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പല നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. പവർ ബട്ടൺ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ലോക്ക് സ്ക്രീൻ ഉണ്ട്, സ്ക്രീൻഷോട്ട് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഡിസേബിൾ ചെയ്താൽ മതി അല്ലെങ്കിൽ ആക്സബിലിറ്റി ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 1 ടച്ചിലായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചർ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ വിസിബിൾ ആയിട്ടുള്ള കോൺട്രാസ്റ്റിന്റെ ഈ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കണ്ണ് ശരിക്കും പിടിക്കാത്തൊരു പ്രശ്നം വരാറുണ്ട്. ആ സമയത്ത് നമുക്ക് എളുപ്പത്തിൽ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഫീച്ചർ ഉണ്ട്, ഹൈ കോൺട്രാസ്റ്റ് ടെസ്റ്റ് എന്നുള്ളത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺട്രാസ്റ്റ് എന്നുണ്ടെങ്കിൽ ഈ ഓരോ ടെസ്റ്റിന്റെയും കോൺട്രാസ്റ്റ് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിലായിട്ട് ഇത് 1 ടച്ചിലായിട്ട് നമുക്ക് ഇവിടെ ഇനേബിൾ ചെയ്യാം. അതിനുശേഷം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസിബിലിറ്റി കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ആ ലെറ്റേഴ്സ് ക്ലിയർ ആവുന്നതും ആ ലെറ്റേഴ്സിന്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ബ്ലാക്ക്നെസ് കുറയുന്നു. അപ്പോൾ നമുക്ക് എളുപ്പത്തിലായിട്ട് ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഉള്ള ലാർജ് മൗസ് കേഴ്സർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതുകൊണ്ട് എന്താ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്തുകൊണ്ടിരിക്കാന്ന് വിചാരിക്കാം. സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ള ഓരോ ഡീറ്റെയിൽസ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഐക്കൺസ് നമ്മുടെ എന്തായാലും നമുക്ക് ഇതിൻ്റെ പുറത്തുനിന്ന് കാണില്ലല്ലോ ഒരു കാര്യങ്ങൾ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇവിടെ മൂവ് ചെയ്യുന്ന സമയത്ത് ശരിക്കും അവിടെ ഒരു വലിയൊരു കേഴ്സർ വന്നിട്ട് നമുക്ക് അവിടെ മൂവ് ചെയ്യുന്ന ഇഫക്റ്റ് കറക്റ്റായിട്ട് കാണിക്കും. അതിനാണ് നമ്മൾ ഈ കേസർ കൊണ്ടുള്ള യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ നമ്മുടെ മൊബൈലിൽ നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ കേസർ കാണില്ലേ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ, അതുമാതിരി തന്നെ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കേസർ അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഡിസ്പ്ലേയുടെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് ഇവിടെ സ്മോൾ ഉണ്ട്, ലാർജ് ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസ്പ്ലേയിലുള്ള ടെസ്റ്റുകളുടെ സൈസ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാനെപ്പോഴും ചെയ്യുന്നത് സ്മോളിലാണ് ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ആക്സബിലിറ്റിനെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവറപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ വളരെ ഇഫക്റ്റീവായിട്ട് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.